ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? നമസ്കാരം. സഹോദരനായി കണ്ട് ഒരു കമ്മിയോട് ഫോണിൽ സംസാരിക്കാൻ പോയതിൻ്റെ ഫലമാണിപ്പോൾ കൗൺസിലർ ശ്രീലേഖ IPS അനുഭവിക്കുന്നത്. എൻ്റെ ഓഫീസിൽ തീരെ സൗകര്യമില്ല പ്രശാന്ത് സഹോദര, ഫയലുകൾ ടോയ്ലറ്റിലാണ് വെച്ചിരിക്കുന്നത്. സഹോദരനെന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സൗകര്യമായിരുന്നു. ഇത്രയും ഒരാൾ ഫോണിൽ പറയുമ്പോൾ വകതിരിവുള്ള ആളാണ് കേൾക്കുന്നതെങ്കിൽ പറയും, അത് നടക്കാത്ത കാര്യമാണ് ചേച്ചി. വാടക കാലാവധി തീരുമ്പോൾ ഞാൻ മാറിക്കൊള്ളാം. പകരമായി കോൾ റെക്കോർഡ് ചെയ്ത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചാനലുകൾക്ക് മുമ്പിൽ പറയുന്നത് അന്തസ്സുള്ളവർക്ക് ചേരുന്ന പണിയല്ല പ്രശാന്തേ. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾക്ക്? മേയർ ആയിരുന്നെങ്കിൽ എനിക്ക് ഓഫീസ് കിട്ടിയേനെ, ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി എന്ന് അവർ പറയുന്നു. ഈ മുൻമേയർ കൂടിയായ MLA ആ വിവരം പൊതുപന്തി വന്ന് പറയുകയാണ്. MLAക്ക് കനത്ത ശമ്പളവും അലവൻസുകളുമുണ്ട്. തിരുവനന്തപുരത്തൊരു മുറി വാടകയ്ക്കെടുക്കണമെങ്കിൽ കാശിറക്കണം. കൗൺസിലിൻ്റെ ഔദാര്യത്തിൽ 10-800 കുണുവ വാടക കൊടുത്ത് ഒരു മുറിയും സംവിധാനങ്ങളും ചുളുവിൽ ഉപയോഗിക്കണമെങ്കിൽ പ്രശാന്തിന് ഇതേ മാർഗമുള്ളൂ. പ്രശാന്ത് ഇപ്പോൾ സകല ചാനലുകാരോടും ഓടി നടന്നങ്ങ് പ്രസംഗിക്കുകയാണ്. മുൻ കൗൺസിലർമാർക്കില്ലാത്ത എന്ത് കുറവാണ് ഇവർക്കവിടെ എന്നാണ് ചോദ്യം. ചിലരങ്ങനെയാണ് പ്രശാന്തെ. തിണ്ണയ്ക്ക് കിടക്കും മുറ്റത്തുമുള്ളും അടുപ്പിൽ കല്ലിരുന്ന ഭക്ഷിക്കും, ഉള്ളതുകൊണ്ട് വയർ നിറയ്ക്കും. മറ്റു ചിലർക്ക് കിടക്കാൻ സപ്രപഞ്ചം വേണം, കഴിക്കാൻ വിഭവങ്ങൾ വേണം. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമാണ്. മുൻ കൗൺസിലർമാർക്കില്ലാത്ത സൗകര്യങ്ങളും ആവശ്യവും ശ്രീലേഖയ്ക്ക് എന്തിനാണ് എന്നാണ് പ്രശാന്തിൻ്റെ ചോദ്യം. എങ്കിൽ ചോദിക്കട്ടെ പ്രശാന്തേ, ഈ പിണറായി വിജയൻ ഭരിക്കാൻ കയറും മുമ്പ് എത്രയോ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു. കരുണാകരൻ കുത്തിയ കുളത്തിൽ എത്ര കോടി പിണറായി വിജയൻ വാരിയിട്ടു? അതിൽ പനിനീര് നിറയ്ക്കാൻ എത്ര കോടി ക്ലിഫ് ഹൗസിൻ്റെ പുനരുദ്ധാരണത്തിന് ചെലവഴിച്ചു? ഇതുപോലെ കോടികളുടെ വണ്ടികൾ മാറി മാറി വാങ്ങി മുൻ മുഖ്യമന്ത്രിമാരാരെങ്കിലും ആഡംബരം കാണിച്ചോ? ഉമ്മൻചാണ്ടിയും VS നായനാരും 25 കോടി ഹെലികോപ്റ്ററിൻ്റെ വാടക കൊടുത്തിട്ടുണ്ടോ? ലോകമെല്ലാം കുടുംബസഹിതം ചുറ്റിയടിച്ചോ? അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായാണല്ലോ പിണറായി പ്രവർത്തിക്കുന്നത്. പ്രശാന്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഇതുതന്നെയാണ്. പ്രശാന്തിനെ പോലെ ഒരു MLA അവിടെ ഇരുന്നാൽ കമ്മികൾക്കല്ലാതെ ആർക്കെങ്കിലും വല്ല പ്രയോജനവുമുണ്ടോ? കോർപ്പറേഷൻ്റെയും മറ്റും എത്രയോ കെട്ടിടങ്ങൾ ഇങ്ങനെ കമ്മികൾ കയ്യേറി കൈവശം വെച്ചിട്ടുണ്ടാകും. അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എത്ര സംയമനത്തോടെയാണ്. ഞാൻ സഹോദരനായി കാണുന്ന ആളാണ് പ്രശാന്ത്, അതുകൊണ്ടാണ് നേരിട്ട് സംസാരിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. ഇത് ഗൂഢാലോചനയാണത്രേ. MLA എവിടെ കിടക്കുന്നു, കൗൺസിലർ എവിടെ കിടക്കുന്നു? ഇതൊക്കെയാണ് പ്രശാന്തിൻ്റെ ചോദ്യം. ഇത് മേയറാകാത്തതിൻ്റെ കലിപ്പാണത്രേ. ഏതെങ്കിലും വായിൽ നിന്നും വല്ലതും കിട്ടിയാൽ അതുകൊണ്ട് മറ്റേയാളെ സമീപിക്കുന്ന മാധ്യമങ്ങൾ അവരെ കൊണ്ടും സംസാരിപ്പിക്കും. അത് കേൾക്കുമ്പോൾ മറ്റേയാൾ കുറച്ചുകൂടി മൂപ്പിക്കും. സംസാരിച്ചതൊക്കെ എൻ്റെ കോൾ റെക്കോർഡിൽ ഉണ്ടെന്നാണ് പ്രശാന്ത് പറയുന്നത്. നാളെ മുതൽ അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ കമ്മികൾ പുറത്തുവിടും. പ്രശാന്തിൻ്റെ രക്ഷകനായി ശിവൻകുട്ടി മാമനും എത്തിക്കഴിഞ്ഞു. ഉത്തരേന്ത്യയിലെ ഒഴിപ്പിക്കൽ ഇവിടെ നടക്കില്ലെന്നായി. ഇന്ത്യൻ റെയിൽവേയുടെ ഒഴിച്ച് എവിടെ ഭൂമി ചുളിവിൽ കിട്ടിയാലും അത് കൈക്കലാക്കും CPM. AKG സെൻറ്ററിൻ്റെ ഉടമസ്ഥാവകാശം വരെ കോടതിയുടെ തീർപ്പ് കാത്തിരിക്കുകയാണ്. മുൻമേയറുടെ അഹങ്കാരം കൊണ്ടാണ് കോർപ്പറേഷൻ കൈവിട്ടു പോയത് എന്ന് പാർട്ടി കമ്മിറ്റിയിൽ വിമർശിച്ചയാളാണ് ഈ പ്രശാന്ത്. ആ വിവരം അന്നേ നേരിട്ട് ആ സ്ത്രീയെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നഷ്ടങ്ങൾ വല്ലതും സംഭവിക്കുമായിരുന്നു. ശ്രീലേഖ പറഞ്ഞതനുസരിച്ച് ഒഴിയണോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിച്ചെറിഞ്ഞ ശേഷം ഓഫീസ് ഒഴിയണോ എന്ന് പ്രശാന്തിന് തീരുമാനിക്കാം. എന്തായാലും പെട്ടിയും പ്രമാണവും എടുത്ത് ഇറങ്ങേണ്ടി വരും വൈകാതെ. മേയറാകാത്തതിൻ്റെ ചുരുക്കാണ് ശ്രീലേഖയുടെ ഈ ആവശ്യത്തിന് നിദാനമായതെന്നാണ് പ്രശാന്ത് പറയുന്നത്. ഇത് കേട്ടാൽ തോന്നും പ്രശാന്തിൻ്റെ ശുപാർശയിലാണ് VV രാജേഷ് മേയറായത് എന്നാണ്. അവർക്ക് ആ വിഷയത്തിൽ പാർട്ടിയോടില്ലാത്ത വിരോധം നിങ്ങളോട് കാണിക്കേണ്ടതുണ്ടോ? അല്പം വിശാലമായിരുന്നു ജനങ്ങളെ സേവിക്കണമെന്ന് ശ്രീലേഖ ആഗ്രഹിക്കുന്നത് തെറ്റാണോ പ്രശാന്തേ? ഒരു സ്വകാര്യ സംഭാഷണം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി ഒരുമാതിരി ആണും പെണ്ണും കെട്ട പണി കാണിക്കാമോ നിങ്ങൾ? മൂക്കിന് താഴെ വേറൊരുത്തിയെ അഴിഞ്ഞാടാൻ വിട്ട് ജനങ്ങളുടെ ശത്രുതയെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് മിണ്ടാതിരുന്നയാളാണ് ഈ പ്രശാന്ത്. അവരൊഴിഞ്ഞു പോയപ്പോൾ കുറ്റമെല്ലാം അവരിൽ ചാർത്തി കൊടുത്തു. ഇതാണ് ഈ പ്രശാന്ത് ബ്രോയുടെ കുരുട്ട് ബുദ്ധി. തൻ്റെ ഓഫീസിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുകയാണ് എന്നാണ് ഈ MLA പറയുന്നത്. ഒരു CPM MLAയുടെ ഓഫീസിൽ വന്ന് കാര്യം സാധിച്ചു പോകാൻ കമ്മികൾക്കും അന്തങ്ങൾക്കും മുതലാളിമാർക്കുമല്ലാതെ മറ്റാർക്കെങ്കിലും അവസരമുണ്ടാകാറുണ്ടോ? എന്തിനേറെ നിങ്ങളുടെ മേറൂട്ടി അവിടെ ഞെളിഞ്ഞിരുന്ന് ഭരിച്ച കാലത്ത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് പിണറായിയോട് പറഞ്ഞ് രണ്ടുപേരുടെയും ഓഫീസ് ഒറ്റ മുറിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള അനുവാദം വാങ്ങിക്കാം. പിണറായി മോദിയിലേക്ക് പാലമിടുന്നത് ബ്രിഡ്ജാസ് വഴിയാണ്. ശ്രീലേഖയും പ്രശാന്തും തമ്മിലുള്ള തർക്കത്തിന് പാലമാകാൻ ആരുണ്ടോ എന്തോ? മേയറാകാത്തതിൻ്റെ ചുരുക്കാണ് ശ്രീലേഖയ്ക്കെങ്കിൽ കോർപ്പറേഷൻ പോയതിൻ്റെ കലിപ്പാണ് പ്രശാന്തിന്.